അടിയന്തരാവസ്ഥയുടെ 49ാം വാർഷികത്തോടനുബന്ധിച്ച് കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. അടിയന്തരാവസ്ഥ, ഭരണഘടന, ജനാധിപത്യം, ജുഡീഷ്യറി എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ. അടിയന്തരാവസ്ഥ വിരുദ്ധ സേനാനി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് കെ രാംകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ഡിതൻ, പാമരൻ, പണക്കാരൻ, കുരുവേരൻ, കുചേലൻ, ബ്രാഹ്മണർ, ഭൂമികാർ, നായർ, നായാടികൾ, സകലമാന പേരും. ആ ഭരണഘടനയാണ് ഇന്നേ ദിവസം 49 കൊല്ലങ്ങൾക്ക് മുമ്പ് മരവിപ്പിച്ചത്. ഭരണഘടന നൽകുന്ന എല്ലാ അവകാശങ്ങളും ഒരു രാത്രി രാഷ്ട്രപതിയെ കൊണ്ട് ഒപ്പിടിച്ച ഓർഡിനൻസ് കൊണ്ട് എടുത്തു കളഞ്ഞു. പക്ഷേ ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്നലെ പരിഹാസ്യമായ രീതിയിൽ ഒരു പ്രകടനം ഡൽഹിയിൽ നടത്തിയതാരാ? ഈ ഭരണഘടന ചുട്ടുകരിച്ച ആളുകള്, ഈ ഭരണഘടന ജനങ്ങളിൽ നൽകുന്ന അവകാശങ്ങൾ എടുത്തു കളഞ്ഞ ആളുകൾ. ഇതിൽ പരം പരിഹാസ്യമായ ഒരു കാര്യം നമ്മുടെ രാജ്യത്തിന് ആലോചിക്കാൻ പറ്റും. ചടങ്ങിൽ സന്ദീപ് വചസ്പതി, പി സുന്ദരം, അഡ്വക്കേറ്റ് സ്വാതി കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. അടിയന്തരാവസ്ഥയുടെ സാഹചര്യം ഇന്ന് നിലവിലുണ്ടോ എന്നതാണല്ലോ സമകാലിക ഇന്ത്യ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം. തീർച്ചയായും ഉണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആ അടിയന്തരാവസ്ഥയുടെ പ്രയോക്താക്കൾ എന്തായാലും ഭരണകക്ഷിയായിരിക്കില്ല എന്നത് മാത്രമേ അതിലുള്ള വ്യത്യാസമുള്ളൂ. കാരണം അടിയന്തരാവസ്ഥയുടെ പ്രേതം അങ്ങനെയൊന്നും കോൺഗ്രസിൽ നിന്ന് വിട്ടുപോകില്ല. അത് അവരുടെ ജീനിലുള്ളതാണ്. അത് കേവലം ഇന്ദിര എന്ന് പറയുന്ന ഭരണാധികാരിയുടെ മേൽ മാത്രം ചാർത്തി കൊടുത്തതുകൊണ്ട് അടിയന്തരാവസ്ഥയുടെ പാപഭാരത്തിൽ നിന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിന് പിന്മാറാൻ അല്ലെങ്കിൽ മുൻപോട്ടേക്ക് പോകാൻ സാധ്യമല്ല. കാരണം കോൺഗ്രസിന്റെ എക്കാലത്തെയും പ്രവർത്തനം, സ്വാതന്ത്ര്യത്തിന് മുൻപ് മുതൽ തന്നെയുള്ള പ്രവർത്തനം ഈ രാഷ്ട്രത്തിന് തുരങ്കം വെക്കുന്നതായിരുന്നു എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാകും. അത് ഒരുപക്ഷെ മോത്തിലാൽ നെഹ്റുവിന്റെ കാലഘട്ടം മുതൽ തുടങ്ങുന്നു. അസോസിയേഷൻ ഓഫ് എമർജൻസി വിക്ടിംസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ മോഹനൻ, ഇ എൻ നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. ജനം, കൊച്ചി.